ഇതുപോലെ പാൻറ്റിന് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ളൊരു ബെൽറ്റ് നമുക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഈ ബക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെൽറ്റ് തയ്ക്കുന്നത്. ഇത് ത്രെഡ് ഹൗസിൽ നിന്നും ബെൽറ്റ് തയ്ക്കാനായിട്ട് പറഞ്ഞ് വാങ്ങിക്കാം. അരവണ്ണത്തിനേക്കാൾ ഒരു 5 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് 1 ഇഞ്ച് വീതിയുള്ള സ്റ്റിപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം തുണിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 2 സൈഡിലും 1/4 ഇഞ്ച് മിച്ചം തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ബക്കിൾ ഇതിലോട്ട് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇത് തയ്യൽ തുമ്പെല്ലാം ഇതുപോലെ തേച്ച് മടക്കി കൊടുക്കുക. ശേഷം ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ എഡ്ജിലൂടെ തയ്ച്ചെടുക്കാൻ പോവാണ്. ഒന്നുകൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജിലൂടെ തയ്ച്ചെടുക്കാം. ഇതിൻ്റെ നടുക്കൂടി ഒരടിപ്പും കൂടെ കൊടുക്കണം. ഇനി ബക്കിൾ പിടിപ്പിക്കാം. അതിനായിട്ട് ഈ നടുക്കത്തെ ഇതിലൂടെ കയറ്റി ഈ പടി പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഇതൊന്ന് മെഷീനിൽ വെച്ച് 2-3 സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബെൽറ്റ് ഇടുന്നത് പോലെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ 2 സൈഡിലൂടെയും കടത്തിയെടുക്കുക. വലിച്ചു കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഈ പാൻറ്റിൻ്റെയൊക്കെ സാധാരണ ബെൽറ്റ്, ജീൻസിൻ്റെ ബെൽറ്റ് പാൻറ്റിന് ഇടാൻ പറ്റത്തില്ല. പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടുന്ന ലൂപ്പിന് വീതി കുറവായിരിക്കും, ജീൻസിൻ്റെ അത്രയും വീതി ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ബെൽറ്റായിട്ട് ഇങ്ങനെ തയ്ച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ബക്കിൾ ത്രെഡ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചാൽ മതി.